സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു മാനസികാവസ്ഥയിലല്ല. കാരണം അച്ഛൻ വീട്ടിൽ ഒരു 1.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പക്ഷേ ഇങ്ങനൊരു പരിപാടിയുടെ ഒരു കോസ് ഏട്ടൻ ഇതിൽ ഷോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോസ് മാനിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും വരണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു പൊതുപരിപാടിയാണ് അച്ഛൻ പോയതിന് ശേഷമുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഗുഡ് വില്ലും കൂടെ ചിന്തിച്ചപ്പോൾ പിന്നെ വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് തമാശയൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു അച്ഛൻ്റെ ഒരു സുഹൃത്തും സിനിമയിലൊക്കെയുള്ള ഒരാൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വൈകുന്നേരങ്ങളിൽ സ്ഥിരം സദസ്സുകളിൽ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഞാനന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം, പഠിച്ചിട്ടില്ല, പോയിക്കൊണ്ടിരുന്ന സമയമാണ്, വെറുതെ വരും. അങ്ങനെ പോയി വരുന്ന സമയത്ത് അദ്ദേഹം അച്ഛൻ വരുന്നവരോടത്തൊക്കെ അച്ഛൻ്റെ ഒരു സ്ഥിരം ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ മുന്നിൽ കുറച്ച് രണ്ടെണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാരെ മുന്നിൽ എന്നെ വിളിച്ച് അപമാനിക്കുക എന്നുള്ളത് അച്ഛൻ്റെ ഒരു സ്ഥിരം ഹോബിയായിരുന്നു. അപ്പം ഞാനതിന് അർഹനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഇരുന്ന് കൊടുക്കും, തിരിച്ചൊന്നും മറുപടി പറയാറില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം അച്ഛൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ നീ എന്തെങ്കിലും നീ രക്ഷപ്പെടുവാണെങ്കിൽ എൻ്റെ കയ്യിൽ 10 കാശൊക്കെ വരുന്ന സമയത്ത് നീ 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. എനിക്ക് മുന്നോട്ട് എന്ത് എന്നുള്ളത് പോലും അറിയാത്തൊരു കാലത്താണ് എന്നോട് പറഞ്ഞു 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അപ്പൊ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ട് ഒരു 1000 രൂപ വരുവാണെങ്കിൽ ഒരു 60 രൂപ അല്ലെങ്കിൽ 600 രൂപ നീ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടണം. പിന്നെ വരുന്ന ഒരു 300 രൂപ രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുക. പിന്നെ വരുന്ന ഒരു 100 രൂപ മൂന്നാമത് തുടങ്ങുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഞാൻ ഒരു 1000 രൂപ ഇട്ടൊരു 50 രൂപ എടുക്കാൻ ഇല്ലാത്ത സമയത്താണ് ഈ പുള്ളി എന്നെ ഉപദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണെങ്കിൽ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന കാശ് നിനക്ക് നിന്റെ ആവശ്യങ്ങൾക്കും തുണിമണി വാങ്ങിക്കാനും നിന്റെ ചെലവുകൾക്കും ഇതൊക്കെ ഉപയോഗിക്കാം. രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ, ആ പൈസ കൊണ്ട് നിനക്ക് ഈ നാട്ടിലെ നികുതി ടാക്സ്, നീ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെങ്കിൽ നീ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നീ കൃത്യമായി ആ പൈസ കൊണ്ട് നികുതി അടക്കും. രണ്ടാമത്തെ നീ മാറ്റിവെക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, മൂന്നാമത്തെ 100 രൂപയോ? അതാണ് നിനക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിനക്ക് തരാൻ പോകുന്നു. ഞാൻ ചോദിച്ചു, അതെന്താണ്? അത് നേരത്തെ ഈ പറഞ്ഞ ഈ കോസ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞ ചാരിറ്റി എന്ന് പറയുന്നത്. അതായിരിക്കും നിനക്ക് ജീവിതത്തിൽ, നീ ഒരുപാട് വണ്ടികൾ വാങ്ങുമായിരിക്കും, വീടുകൾ വയ്ക്കുമായിരിക്കും, പക്ഷെ നിനക്ക് മനസ്സറിഞ്ഞല്ലെങ്കിൽ നീ സന്തോഷിക്കുക. ജീവിതത്തിൽ നിന്റെ കൈ കൊണ്ട് ആ 100 രൂപ അല്ലെങ്കിൽ എടുത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നീ വീട് വെച്ചാലും നീ കാറ് വാങ്ങിയാലൊന്നും നിനക്ക് കിട്ടില്ല. ഇന്ന് അദ്ദേഹം അച്ഛൻ്റെ പേരിൽ ചെയ്യുന്ന, ജോബ് ചേട്ടൻ അച്ഛൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു സംരംഭത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ഈ കിട്ടിയ ഒരു, അല്ലെങ്കിൽ ഇതിന്റെ സഹായം കിട്ടിയ ആൾക്കാരെക്കാളും എനിക്ക് ഉറപ്പാണ് അദ്ദേഹം സന്തുഷ്ടനായിരിക്കും. രണ്ടാമത്തെ അക്കൗണ്ടിലെ പൈസ അടച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല എന്നും കൂടെ പുള്ളി പറഞ്ഞു. അപ്പൊ സത്യമാണ്. കാരണം IT ഇതൊക്കെ കറക്റ്റ് അടച്ചില്ല, സമാധാനം കിട്ടില്ല. അപ്പൊ സമാധാനം വേണമെങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ടിലെ പൈസ കൊണ്ട് അടക്കണം. പക്ഷെ നിനക്ക് സന്തോഷം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ആരെന്ന് പോലും അറിയാത്ത ആൾക്കാർ നിന്നെ സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്നേഹവും ഈ സന്തോഷവും നിനക്ക് വേറെ എന്ത് പ്രവൃത്തി ചെയ്താലും നിനക്ക് കിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ജോബ് ചേട്ടൻ അച്ഛൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു സംരംഭമാണ് ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മാർത്ഥമായി വളരെയധികം നല്ല മനസ്സോടുകൂടിയും, അല്ലെങ്കിൽ ആ നന്മ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇത് കുറെ പൈസയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമില്ല. ചാരിറ്റി പകുതിക്കൊക്കെ ചെയ്യാം. ഗണേശൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്, MLA ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കൂടെയുള്ള കണ്ടംപററീസ് ആയിട്ടുള്ള ആൾക്കാർ
ഞാൻ കണ്ടുവരുന്നത്. കാരണം എനിക്കിപ്പോ കുറച്ച് അത്യാവശ്യം തിരക്കുള്ള കാശൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ 2 അക്കൗണ്ട് തുടങ്ങാനേ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. ടാക്സ് അടക്കാനുള്ള അക്കൗണ്ടും ഫസ്റ്റിലത്തെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്. ഫഹദിക്ക് 3 അക്കൗണ്ട് തുടങ്ങി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ അതിൽ നിന്നുള്ള ഫണ്ട് റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി പലരും പറയുന്നതായി കേൾക്കുന്നു. അപ്പൊ നിങ്ങളൊക്കെ നമ്മളെ നോക്കിക്കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതിന്റെ ഏറ്റവും വലിയ നടൻ, ഏറ്റവും വലിയ നടനാകുമ്പോൾ വലിയ പൈസ വരും. അപ്പൊ നിങ്ങളൊക്കെ ഒരു മാതൃക, ജോജേട്ടൻ ഒരു മാതൃകയായി കാണുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് സത്യമായിട്ട് പ്ലാൻ ചെയ്ത് വന്നല്ല, ഇവിടെ വന്നപ്പോൾ പറയണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞ എന്തെങ്കിലും ഒരു തമാശ പറയണം. എൻ്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ഞാൻ നോക്കിക്കാണുന്ന ഫഹദിക്കയും ഇതുപോലെയുള്ള ചാരിറ്റിയിൽ ഏർപ്പെടണം. ആ 3ാമത്തെ അക്കൗണ്ടിലെ പൈസ റിലീസ് ചെയ്യണം. ഒരു വലിയ കൈയടി, ചെറിയ കൈയടി ആയിപ്പോയി അത്. എന്നാലേ ഞാനും മിഥുൻ ചേട്ടനൊക്കെയാണ് ഞങ്ങളുടെ 3ാമത്തെ അക്കൗണ്ടിൽ ചാരിറ്റി എനിക്ക് കാൽ വെക്കുമ്പോൾ. എന്തായാലും നിങ്ങളുടെ ഈ വലിയ സന്തോഷത്തിനിടയിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ വൈകിയ വേളയിൽ ദീർഘിപ്പിക്കുന്നില്ല. ഡയറക്ഷൻ വെച്ചർ എപ്പോഴായിരിക്കും? ഡയറക്ഷൻ വെച്ചർ ഫഹദിക്കനോട് ഇത്ര കാലമായി ഒരു കഥ പറയട്ടെ, വരട്ടെ എന്ന് പറഞ്ഞ് അപ്പോഴേക്ക് നമ്പർ മാറ്റും, അടുത്ത നമ്പർ മാറ്റും. 3ാമത്തെ അല്ല, അത് നമുക്ക് തീരുമാനം എടുക്കുക അല്ലേ? നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ വലിയ ആഗ്രഹമാണ്. ധ്യാനിന്റെ ആ കോമഡി ടൈമിങ്ങില് ഫഹദും കൂടി വന്നു കഴിഞ്ഞാല്, അല്ല എനിക്കിപ്പോ ലാൽസാർ വരെ ഡേറ്റ് തരും. പക്ഷേ സത്യമാണോ? അതൊന്നുമില്ലെങ്കിലും ഞങ്ങൾ ഇപ്പൊ നേരിട്ട് ചോദിച്ചാൽ തീരുമാനമാക്കിട്ട് അവനെ മറ്റേ പണ്ട് പറയുമല്ലോ, തൃപ്പൂണിത്തുറ തൊട്ടടുത്ത അയാളുടെ വീട് എന്ന് പറയുമല്ലോ. 5 വർഷം മുമ്പ് എന്റെ അടുത്ത് കഥ പറയാൻ വന്നിരുന്നു. 5 അല്ല 6 വർഷം മുമ്പ്. ആ കഥ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല. അന്ന് 6 വർഷം മുന്നേ ഞാൻ 5 വർഷം മുന്നേ 10 വർഷം മുന്നേ വന്ന് കഥ പറഞ്ഞു. കാരണം ആ സിനിമ എനിക്ക് എപ്പോഴും ഓർമ്മയാണ്. കാരണം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും വലിയ സിനിമയായിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ കഥ പറയാൻ വരുന്നത്. അന്ന് എന്നോട് കുറച്ച് കഥ ഇങ്ങോട്ട് പറഞ്ഞു ഒരു യാത്രക്കിടയിൽ. ആ കഥ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി സിനിമയൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എടാ ഇവിടെ എന്നെ ഒന്ന് ഉപദേശിച്ചു വിട്ടു. ഓർമ്മയുണ്ടാവില്ല, കാരണം അപ്പോഴേക്ക് എന്റെ വലിയ ആൾക്കാരെ മീറ്റ് ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. അല്ല ജോബി ചേട്ടനെ പരിചയപ്പെടുന്ന ഒരു 3 വർഷം മുമ്പ്, 3 വർഷം മുമ്പ് ലോക്ക്ഡൌണിന്റെ സമയത്ത് ദിലീഷ് പോത്തൻ ജിബൂട്ടിയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ദിലീഷ് ഒരു പ്രാവശ്യം ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ജിബൂട്ടിയിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഇനിയും ഒരു 3-4 ആഴ്ച കഴിയും, ലോക്ക്ഡൗൺ ആണ്, ഫ്ലൈറ്റ്സ് ഇല്ല, ഒരാൾ ഞങ്ങളെ സഹായിക്കാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞ് ദിലീഷ് വിളിച്ച് പറഞ്ഞു, ഒരു മലയാളി ജിബൂട്ടിയിൽ നിന്ന് ആ സിനിമയുടെ എല്ലാ ക്രൂവിനും നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരു പ്ലെയിൻ ചാർട്ടർ ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു ജോബി പി സാം എന്ന് പറഞ്ഞു. ആ ഫുൾ ക്രൂവിനെ അദ്ദേഹം ലോക്ക്ഡൌണിന്റെ സമയത്ത് ജിബൂട്ടിയിൽ നിന്ന് ഇന്ത്യയിൽ കൊച്ചിയിൽ എത്തിച്ചു. അങ്ങനെ ദിലീഷ് വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ജോബി ചേട്ടനെ പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വന്ന് എല്ലാവരും പറയുന്ന കാര്യം, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണം, ഉടനെ ചെയ്യണം, പറ്റുമെങ്കിൽ ഈ വർഷം ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ മീറ്റ് ചെയ്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു സിനിമ ചെയ്തു തരണം, എപ്പോഴെങ്കിലും. അപ്പം ഞാൻ ചോദിച്ചാൽ എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം ലൈൻ ഒന്നും ഇല്ലേ? ഇല്ല, ഈ സിനിമ എപ്പോഴാണ് സാറിന് ചെയ്യാൻ തോന്നുന്നത് അപ്പം ചെയ്താൽ മതി. അങ്ങനെ ഒരു സിനിമ എപ്പോഴെങ്കിലും ആയി വരികയാണെങ്കിൽ എന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ എന്തായാലും ഒരു സിനിമ ഉണ്ടാവും, അതെപ്പോഴെന്ന് എന്നോട് ചോദിക്കട്ടെ, നമ്മൾ തമ്മിൽ എന്തായാലും ഒരു സിനിമ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ സൗഹൃദം പല ആവശ്യങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ആവശ്യം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യം അദ്ദേഹം സാധിച്ചു തന്നിട്ടുമുണ്ട്. കഴിഞ്ഞ 3-4 വർഷം അദ്ദേഹത്തെ കുറച്ചുകൂടെ അറിയാൻ സാധിച്ചു. അതിനേക്കാളൊക്കെ ഒരുപാട് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്, അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഒരു 5-5 കാലമായിട്ട് ഇവിടെ എത്തിയായിരുന്നു, ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറോളം അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്ന് ഫോണിൽ ഇരുന്നിട്ടാണ് പുള്ളി എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ആരോ വിളിച്ച് പറയുന്നുണ്ട് ആ സൈഡിലെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ പുള്ളി അവിടെ നിന്ന് ആരോ വിളിച്ചിട്ട് ആ ലൈറ്റ് ഓൺ ചെയ്യും. ഇപ്പം ഗണേഷ് സാറ് വരും, അവിടുത്തെ ലൈറ്റ്സ് ഓൺ ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒരു ഭയങ്കര പാഷനറ്റ് ആയിട്ട് ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യുന്നതാണ് കാണാൻ പറ്റിയത്.
അത് ഭയങ്കര ഒരു സുഖമുള്ള കാഴ്ചയായിരുന്നു. ഒരുപാട് നന്മകളുള്ള ജോബി ചേട്ടന് ഇങ്ങനെ ഒരു സായാഹ്നം എനിക്ക് സമ്മാനിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ജോബി ചേട്ടൻ്റെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിലും ഇവിടെ വരാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു. കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ. പ്രത്യേകമായിട്ടും നമ്മുടെ ചാരിറ്റിയുടെ ഇന്ന് ഫസ്റ്റ് അത് ഫഹദിന്റെ കൈകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതിലേക്ക് കിടക്കാം. അതിനൊക്കെ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും വിഷമം എന്ന് വെച്ചാൽ ഫഹദിനെ അടുപ്പിച്ച സിനിമകളിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് തമിഴ് പോകും, ഇടയ്ക്ക് തെലുങ്ക് പോകും. മലയാളത്തിൽ നമുക്ക് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പക്ഷേ 2 വലിയ എമ്മിന്റെ കൂടാണെന്ന് പറഞ്ഞു. അതൊന്നും പറയാം. അടുത്ത മലയാളം റിലീസ് പേട്രിയറ്റ് ആണ്. മമ്മൂട്ടി സാറിന്റെ കൂടെയും മോഹൻലാൽ സാറിന്റെയും കൂടെയുള്ള പടമാണ്. മുൻജന്മ ഭാഗ്യമൊക്കെയാണ് അവരുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. നിങ്ങളെ പോലെ ഞാനും വെയിറ്റ് ചെയ്യാണ്. April 23 റിലീസ്. ഈ പറയുന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നല്ല രസമുള്ള വില്ലൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും ഹീറോയും ഇതും ചെയ്യുന്നു. ഇതെങ്ങനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നു ഈ തമിഴും തെലുങ്കും മലയാളം ഒക്കെ കൂടി ചേർത്ത്? അത് എന്താ എങ്ങനെ പറയണമെന്നറിയില്ല. അത് കൂടുതലും ഞാൻ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ പ്രത്യേകതയാണ്. പിന്നെ പേട്രിയറ്റിൽ ഞാൻ വില്ലനാണ്. പറഞ്ഞതല്ലേ? തീർച്ചയായും നമ്മളെല്ലാം കാത്തിരിക്കല്ലേ പേട്രിയറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചോദ്യം എല്ലാവരും മനസ്സിൽ കാണാം, ആവേശം 2 ഉണ്ടാവും. ഉണ്ട്. ആവേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും ചേർന്ന് വലിയൊരു കഴി. ഇതിന് വേണ്ടി അനൗൺസ്മെന്റ് കിട്ടാമല്ലോ. ആവേശം 2 എന്തായാലും ഉണ്ടാവും. അതിന്റെ ഒരു തീർച്ചയായും ആവേശം 2 ഉണ്ട്. എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് എപ്പോഴാണ് ആവേശം 2. ഹോപ്പ്ഫുള്ളി 27 or 28. സൂപ്പർ. ചാരിറ്റിയിലൂടെ ദുഃഖം നിറഞ്ഞൊരു മനസ്സിലേക്ക് സന്തോഷം പകരുക എന്നുള്ളതാണ്. ചാരിറ്റി ചെയ്യുന്ന മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വിനീത് ശ്രീനിവാസന്റെ അടക്കം മനോഹരമായ പ്രോഗ്രാമുകൾ എൻജോയ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് ജോബിയുടെ. ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്നതിന്റെ ഗുണഭോക്താക്കൾ 300-ലധികം ഗുണഭോക്താക്കളുണ്ട്. അവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെയും ഈ സമീപ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും മനോഹരമായ ചില കലാപരിപാടികൾ ആസ്വദിക്കാൻ അവസരം നൽകും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അത്ഭുതം തോന്നി. പള്ളിയുടെ പെരുന്നാളാണോ? എന്നാൽ ഇങ്ങനെ ഒരു പെരുന്നാൾ ആരും ഒരുക്കി കാണുന്നില്ല. ഈ റോഡിന്റെ ഇരുവശവും ഇരിക്കുന്ന ലൈറ്റുകൾ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നാണ് പറഞ്ഞത്. അത് ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസം അട്രാക്ഷൻ. അത് കണ്ട് ആസ്വദിക്കുന്നതിന് പകരം അതിന് കുശുമ്പ് കാണിക്കുന്നത് ഒരു വല്ലാത്ത അസുഖമാണ്. അത് നമുക്ക് മാറില്ല. മലയാളിയെ കുറിച്ച് ഒരു കഥയുണ്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എല്ലാ മലയാളികളും അല്ല, ചില ആളുകളെ കുറിച്ചൊരു ആറ്റിറ്റ്യൂഡ്. ഞാൻ എന്നോട് ജോബി ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എനിക്ക് വിഷമം. വിമർശനം വളരെ നല്ലതാണ്, അതിൽ സത്യമുണ്ടെങ്കിൽ അംഗീകരിക്കുകയും വേണം. അതിലേക്ക് ഞാൻ വരാം. തമിഴ്നാട്ടിൽ ഒരാൾ, ഇപ്പോൾ കേരളത്തിൽ ഒരാൾ ഒരു ബെൻസ് കാർ വാങ്ങിയാണ്. മലയാളി പറയുന്നത് അവൻ അറബിയെ പറ്റിച്ചേച്ച് അറബിയുടെ മണൽ വാരി വെച്ചുണ്ടാക്കിയതല്ലേ. ഇത് ഈ കഷ്ടപ്പെട്ടൊരു ബെൻസ് കാർ ദുബായി പോയിട്ട് വന്ന് വാങ്ങിച്ചാൽ അവൻ അറബിയെ പറ്റിച്ചെന്ന് പുച്ഛത്തോടു കൂടി അറബിയെ പറ്റിച്ച് മോട്ടിച്ചുകൊണ്ടുവന്ന കാശിനാണ് വാങ്ങിച്ചത്. പക്ഷെ തമിഴ്നാട്ടിൽ ഒരാൾ ബെൻസ് കാർ വാങ്ങിച്ചാൽ പറയും, അയ്യാ അവർ എവ്വളോ പെരിയ ആളായി പോച്ച്, സൈക്കിളിൽ നടന്നിട്ടിരുന്നമ്മാ ഇപ്പൊ വന്ന് ബെൻസ് കാറിൽ പോയത്. ரொம்ப സന്തോഷം എല്ലാവർക്കും. നമ്മളും അവരും തമ്മിലുള്ള ചെറിയ വ്യത്യാസം. നമ്മളെ ചില ആളുകളുണ്ട്, അവർ ഈ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ഇവിടെ ഇത്രയും റോഡ് ലൈറ്റ് കണ്ടപ്പം എൻ്റെ കൂടെയുള്ള ഗൺമാൻ തന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് പകർത്തിയാണ്. ഭയങ്കര നമ്മൾ വേറൊരു ലോകത്തു കൂടി പോകുന്ന പോലെ കുറേ ദൂരം പല ഡിസൈനുള്ള ലൈറ്റുകൾ 2 വശവും ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഒരു വലിയൊരു കവാടത്തിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു പ്രതീതി ഉണ്ടായി. അത് എത്ര മനോഹരമായിരിക്കുന്നു എന്നുകൊണ്ട് ആസ്വദിക്കാണ്. അതിനെ ശല്യം ചെയ്യാൻ വരുന്നവരെ നേരിടാൻ ജിനീഷ് കുമാറിന് ധൈര്യമുണ്ട്. അദ്ദേഹം അത് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള എനിക്ക് ജിനീഷിനെ ഇഷ്ടം അതുകൊണ്ടാണ്. ഞാൻ ഈ ഫോൾസ് ഇമേജുകൾ, ചെറിയ വരട്ടുകൾ അതിലൊന്നും വീഴുന്ന പയ്യനല്ല എന്നുകൊണ്ടാണ് എനിക്കിഷ്ടം. അല്ല, ഞാൻ അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ പേടിപ്പിച്ചാൽ ഞാൻ പേടിക്കുന്നു. പിന്നെ ബസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ജോയി പറഞ്ഞത് 101% സത്യമാണ്. ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി നിലയിൽ ഞാൻ സമ്മതിക്കുകയാണ്. കാരണം ഇത് ചെയ്യുന്നത് ആരായിരിക്കും എന്നറിയാം.
KSRTC ചില ജീവനക്കാർ തന്നെയായിരിക്കും. ഈ വണ്ടിയുടെ തലയ്ക്കൽ ഒരു വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ പൈസ തരണം എന്ന് പറഞ്ഞ് പണം പറ്റുന്നവരെ KSRTC ഞാൻ കണ്ടു. അവരെ പിടിച്ചു, അവരെ കാസർഗോഡേക്ക് അടിച്ചതിന് ശേഷമാണ് KSRTC ഇന്ന് ലാഭത്തിലേക്ക് വന്നത്. കാരണം ഈ പരിപാടിക്ക് ഈ ഒരാളെ പറ്റിച്ച് പണം വാങ്ങാൻ വേണ്ടി കേരളത്തിന്റെ പൊതു മുതലെടുത്ത് ചെലവാക്കുന്ന KSRTC ഓടിച്ച് പൈസ ഉണ്ടാക്കാനല്ല, വേറെ ഒരുത്തനെ പേടിപ്പിച്ച് ഇവരെ കാശ് വാങ്ങിച്ച് അവന്മാർക്ക് എല്ലാം കൂടെ കാശ് വാങ്ങിച്ച് പോക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ വണ്ടി എടുത്ത്, അത് നമ്മൾ നികുതി കൊടുക്കുന്നവന്റെ വണ്ടി 1 കിലോമീറ്റർ ഓടിയാൽ 54 രൂപയാണ്. ഇന്ന് KSRTC 54 രൂപയാണ് 1 കിലോമീറ്റർ ഓടുമ്പോൾ ഇന്ന് കിട്ടുന്നത് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരാശരിയാണ്. ഇന്ന് ഇന്ത്യയിൽ വർക്കിംഗ് പ്രോഫിറ്റിൽ ഓടുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ്. 54 രൂപയാണ് ഒരു ബസ് 1 കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഈ മത്സരിച്ച് ഓടുമ്പോൾ കിട്ടുന്നത് 12 രൂപയാണ്. ഒരു വണ്ടി മിനിമം 43 രൂപ നേടിയാൽ മാത്രമേ നഷ്ടവും ലാഭവും ഇല്ലാതെ പോകുള്ളൂ. പക്ഷേ ഈ ഒരു കൈക്കൂലി വാങ്ങാൻ വേണ്ടി ഇവർ കോട്ടയത്ത് ഇത് തന്നെയായിരുന്നു ഒരാൾക്ക് പരിപാടി. ഒരു DTO എടുത്ത് കാഞ്ഞങ്ങാടൻ അടിച്ചു കൊടുത്തു, പിന്നെ ശല്യമില്ല. അയാൾക്ക് വേറെ ഉണ്ട് കുഴപ്പം, നല്ല ടോയ്ലറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഒരു ഏജൻസി ഏൽപ്പിച്ചു. അപ്പോൾ ഈ ടോയ്ലറ്റ് ടെൻഡർ കൊടുത്തേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നൊന്നും നടക്കണ്ട, അവൻ്റെ നിന്ന് കിട്ടും മാസം ഒരു വരി. ഇവർ പക്ഷേ ഒരു കേന്ദ്ര ഏജൻസിയാണ്, ഒരു സൊസൈറ്റിയാണ്, അവർ പൈസ കൊടുക്കൂല. സുലഭം എന്നൊരു ഏജൻസിയാണ്, ഇന്റർനാഷണൽ സൊസൈറ്റിയാണ്. ഇന്ത്യ മുഴുവൻ പല സംസ്ഥാനങ്ങളിലും ടൂറിസം വകുപ്പ് ഉപയോഗിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അവർക്ക് നമ്മൾ കൊടുത്തു, നമുക്ക് ഇച്ചിരി പൈസ കുറച്ചേ കിട്ടുള്ളൂ. പക്ഷേ ടോയ്ലറ്റ് കൊട്ടാരക്കരയിലും കോട്ടയത്തൊക്കെ പോയി നോക്കണം, നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇത് കൊടുത്തപ്പോൾ അവനെ എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിയ ഇന്ത്യക്കാരന്മാരിൽ രാവിലെ വന്നിരുന്ന കരയുക, സാർ വി ആർ ഗോയിങ് ബാക്ക് എന്ന് പറഞ്ഞു. അടുത്തവരുടെ അവർ എടുക്കൂല. അവസാനം ഞാനാണ് മന്ത്രി, ഞാൻ തീരുമാനിക്കും, നിങ്ങൾ അവിടെ തുടങ്ങാൻ പോകും. അവിടുത്തെ ആള് പൈസ ചോദിക്കുക, ഇയാൾ പൈസ കൊടുക്കാത്തതുകൊണ്ട് ഇവനെ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ട് ഇവൻ ആരോ കൊണ്ട് തട്ടിയ മാലിന്യം ഇവൻ തട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇത് അവനെ അടപ്പിക്കാൻ അവസാനിപ്പിച്ചു. ഇയാളെ അങ്ങ് പൊക്കി അവിടുന്ന്. എനിക്ക് മനസ്സിലായി ആരാ ഇതിന്റെ രോഗത്തിന്റെ ഉപജ്ഞാതാവെന്ന് മനസ്സിലായി. തട്ടി കോട്ടയത്ത് നിന്ന് പോകുന്ന സർവ്വ പ്രൈവറ്റ് ബസ്സുകാരോടും പറയും നാളെ ഒരു വണ്ടി വരും. അങ്ങനെ ബസ് ഉടമകളെല്ലാം കൂടെ എന്നെ വന്ന് കണ്ടു. സംഭവം കറക്റ്റാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ വെറുതെ പറയാം, വെറുതെ വണ്ടി എടുത്തിട്ട് 12 രൂപ 19 രൂപ 1 കിലോമീറ്റർ ഓടുമ്പോൾ എന്തൊരു നഷ്ടമെന്നാലും ഇത് ആരുടെ പണം? ഖജനാവിലെ പണം, ജനങ്ങളുടെ പണം. അതങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെ ഓടണ്ട, ഞാൻ അറിഞ്ഞിട്ട് ഓടിയാൽ തീരുന്നു. ഇപ്പം അതുകൊണ്ട് ഇത് അവർക്ക് ഓടിക്കാൻ പോയില്ല. തിരുവനന്തപുരത്ത് നിന്ന് അനുവാദമായ പിന്നെ മന്ത്രി എന്ന നിലയിൽ എൻ്റെ പുറത്ത് കൊണ്ടുവന്നാൽ ഞാൻ ഈ മത്സരോട്ടത്തിന് അനുവാദം കൊടുക്കില്ല. കാരണം എന്തറിയാം, ഇതിനി നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് അതിനെ ഞാനൊരു മന്ത്രിയാണ്, കാട്ടിലെ തടി ദേവാലയന വലിയ എനിക്ക് വിരോധമുള്ളവൻ്റെ എല്ലാം തലയ്ക്കൽ ഞാൻ വണ്ടി എടുത്തിട്ട് ഓടിച്ചാൽ ആരാ ചോദിക്കുന്നത്? അത് ഞാൻ കാണിക്കുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. അത് ഗണേഷ് കുമാർ ചെയ്യും എന്നാരും വിചാരിക്കില്ല, അത് നടക്കത്തില്ല. ഇനിയും നിങ്ങളെ ആരും പേടിപ്പിക്കില്ല. ഞാൻ ഇരിക്കുന്നിടത്തോളം ദിവസം നിങ്ങളെ ആരും പേടിപ്പിക്കില്ല. ഇത്തരം കച്ചവടക്കാരെ വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ആരുടെ മത്സരിക്കാൻ പോകുന്നില്ല. പത്തനംതിട്ടയുള്ള ഒരാളുമായിട്ട് മത്സരം, കേസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് നാണക്കേട്, ഇന്നലെ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഒരു നാണക്കേട്, അതൊക്കെ അങ്ങ് വിട്ടേക്കാന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ടൊന്നും KSRTC നന്നാവുകയില്ല. ഇത്തരം കുഴിത്തുരുമ്പ് പരിപാടികൾ പരാതി എഴുതി മന്ത്രിക്ക് അയക്കുക, പിന്നെ പേരില്ലാത്ത പരാതി അയച്ചാൽ സ്വീകരിക്കുന്ന സ്വഭാവം പണ്ടുമില്ല. വനംവകുപ്പിലിരിക്കുമ്പോൾ ഇതുപോലെ സ്ഥിരമായിട്ട് പേരില്ലാത്ത പരാതി അപ്പോഴേ ചവിട്ടൂട്ടയിൽ ഇട്ടേക്കാൻ ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തില്ല. അതായത് പേര് പറഞ്ഞ എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേര് പറഞ്ഞിരുന്ന അന്തസ്സായി. അങ്ങനെയാണ് ജീവിച്ചിരിക്കൊണ്ടോ. ഞാൻ 5 വർഷം കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. പേര് വെക്കാതെ വരുന്ന ഒരു പേപ്പറും ഇനി മേലിൽ എടുക്കാൻ പാടില്ല. 5 വർഷവും പേര് വെക്കാതെ അയച്ച ഒരു മൊട്ട പെറ്റീഷൻ പോലും പെറ്റീഷൻ കമ്മിറ്റി പരിഗണിച്ചിട്ടില്ല. പെറ്റീഷൻ വന്നാൽ തിരിച്ചൊരു മറുപടി അയക്കും, നിങ്ങളുടെ പെറ്റീഷൻ കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ മറുപടി അയക്കുകയാണ്, ഇതിന് നടപടികൾ ആരംഭിക്കുന്നു, വിവരം അറിയിക്കുക. കത്ത് കിട്ടിയാൽ വിവരം അറിയിക്കുക, വിവരം അറിയിച്ചില്ലെങ്കിൽ അപ്പം തന്നെ കളയും. കാരണം അങ്ങനെ ആളില്ല. ഇത് ഇങ്ങനെ ആളുകളെ വിവരാവകാശം വെച്ച് പഠിപ്പിക്കുക. ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങളെ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പണം പറ്റാൻ നടക്കുന്ന കുറച്ച് അലവലാദികളുണ്ട്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അത് ഈ നാടിന് നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ്. അത്തരം ആളുകളെ ഒരു കാരണവശാലും പ്രോത്സാഹിക്കും. ജിനീഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു നിക്ഷേപകൻ 10-18 വണ്ടി 20 വണ്ടി 28 വണ്ടി വാങ്ങി ഓടിക്കാമെന്ന് പറഞ്ഞാൽ അയാളെ അനുവദിക്കണം എന്നുള്ളതാണ്. അയാൾ ഓടട്ടെ. അത് നാട്ടിൽ ഓടിക്കാൻ നഷ്ടമാണെങ്കിൽ ഓടിക്കാന്ന് പറയുമ്പോൾ അയാളെ സംരക്ഷിക്കേണ്ട ഒരു MLA ചുമതലയാണ്. അത് ജിനീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിനീഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. മിടുക്കനാണെന്ന് ഞാൻ പറയും. കാരണം അതിനുള്ള പേടിയുള്ളവർ മറിക്കും. കാരണം ഇനി ഇലക്ഷൻ വരുമ്പോൾ വോട്ട് കിട്ടിയില്ലെങ്കിലും അങ്ങനെയൊന്നും വോട്ട് കിട്ടൂല. നന്മയ്ക്കേ വോട്ട് കിട്ടുള്ളൂ. നന്മ എവിടെ ചെയ്താലും അത് മനുഷ്യന് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ ധൈര്യം. ഞാൻ ഇലക്ഷൻ നിൽക്കുന്നതിന് എനിക്ക് വെടിയുന്നുണ്ട്, പലരും പറഞ്ഞു അതൊരു വെടിയില്ല. നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കും, അതിനകത്തൊരു സംശയമില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഒരു തമാശയ്ക്ക് ഞാൻ പറഞ്ഞു, അങ്ങോട്ട് ചെന്നപ്പോൾ പകതിനോട് ഞാൻ പറഞ്ഞു ഈ ജോബിയെ ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. കാരണം ജോബി ഇവിടുന്ന് പോകുന്ന കാലത്ത് ഈ പ്രദേശം ഇത്ര പോലും വികസിച്ചിട്ടില്ല, ഒരു വനപ്രദേശം പോലെയാണ്. ഇവിടെ നിന്ന്
ജിബൂട്ടി വരെ എത്തിയ ജോബിയെ പ്രവാസത്തിന്റെ അത്ഭുതം ഞാൻ പലപ്പോഴും പല ആളുകളെയും പല രാജ്യങ്ങളിലും വെച്ച് പരിചയപ്പെടുമ്പോൾ അവരെ വീടൊക്കെ പറയും, നാട്ടിൽ വരുമ്പോൾ വരണേന്ന് പറയും, വിളിക്കും. പോകുമ്പോഴും മനുഷ്യരെത്തിപ്പെടാത്ത വഴികളിൽ കൂടെയൊക്കെ പോയി ഇവിടുന്ന് എങ്ങനെ ജിബൂട്ടിയിലെത്തി എന്ന് ചിന്തിച്ചു പോകും. അത്രയും ഒരു പ്രവാസത്തിന്റെ ഒരു അത്ഭുതമാണ്. നമ്മുടെ പ്രവാസികൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സ്വത്താണ്, കേരളത്തിന്റെ അഭിമാനമാണ്, കേരളത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജീവനക്കാരോടും നാട്ടുകാരോടും ജോബി കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇത്തരം ജോബി പറയുമ്പോൾ നിങ്ങളെല്ലാം എനിക്ക് മന്ത്രി എഴുതിക്കൊണ്ട് അങ്ങനെ പറയാമോ? എനിക്ക് ഒരു പരാതിയില്ല, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു സത്യം ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞാൽ അവന് ഷേക്കാൻഡ് കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറയുള്ളൂ, എൻ്റെ ജീവിതത്തിൽ കള്ളം പറയില്ല. എന്നെ അടിച്ചുകൊല്ലു എന്ന് പറഞ്ഞാലും ഞാൻ കള്ളം പറയില്ല, സത്യമേ പറയൂ. ജോബി സത്യം പറഞ്ഞു, ആ സത്യം ശരിയാണെന്ന് ഞാൻ അടിവരയിടുകയാണ്. ഇപ്പോൾ അത്തരം പരിപാടികൾക്ക് സാധ്യതയില്ല, ഇപ്പോഴങ്ങനെയുള്ള പരിപാടികൾ കാണിക്കാൻ പറ്റില്ല. നിയന്ത്രണം മുഴുവൻ തിരുവനന്തപുരത്തേക്ക് എടുത്തു, അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവിടെ നിന്നാണ് KSRTC ലാഭത്തിലേക്ക് പോയത്, അല്ലാതെ വഴിയിൽ നിന്നൊന്നുമല്ല. അവിടെ നിന്ന് കൊടുത്ത നിർദ്ദേശങ്ങളാണ്. ഞാൻ ഒരു കള്ളു കുടിച്ചിട്ട്, എൻ്റെ മണ്ഡലത്തിലെ ആൾ കള്ളു കുടിച്ചിട്ട് സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കും. അങ്ങനെ അയാളെ പറഞ്ഞു വിട്ടപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. വെള്ളമടിച്ച് വിറ്റായിട്ടാണ്. അപ്പോൾ പോലീസ് മന്ത്രിയെ കൊല്ലും എന്ന് പറഞ്ഞാൽ അപ്പോഴേ പിടിച്ചോളൂ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ പോലീസിന്റെ മുമ്പിൽ വെച്ച് മന്ത്രിയെ കൊല്ലും എന്ന് പറഞ്ഞാൽ, അപ്പോൾ വെള്ളമടിച്ചിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു, അതാണ് പ്രശ്നം. അതിനൊന്നും കൊല്ലുകയല്ല, കൊല്ലുമെന്ന് പറയുകയല്ല, കൊന്നിട്ട് പോയാലും അത്തരം കാര്യങ്ങൾ അനുവദിക്കത്തില്ല. അതൊന്നും അനുവദിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇത് നമുക്ക് നാടിന് എല്ലാവർക്കും പുതിയ ആനവണ്ടി ഇന്ന് നന്നായിട്ട് ഓടുന്നത്. ഏറ്റവും വലിയ സന്തോഷം, ഇന്ന് നാളെ ശ്രീ മോഹൻലാൽ KSRTCയുടെ അഡ്വർടൈസ്മെന്റ് ഫിലിമിൽ അഭിനയിക്കാൻ 2-3 അഡ്വർടൈസ്മെന്റ് ഫിലിം എടുക്കുന്നുണ്ട്. പ്രിയദർശനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നാളെ തൊടുപുഴയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സമയത്തിനനുസരിച്ച് 8-ാം തീയതി 9-ാം തീയതി ആയിട്ട് അവിടെ KSRTCയുടെ പരസ്യം ഷൂട്ട് ചെയ്യാൻ. ഇന്ത്യയിലൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആദ്യമായിട്ടായിരിക്കും പരസ്യം ഇറക്കാൻ പോകുന്നത്, അതും ഇതുപോലെ സൂപ്പർ സ്റ്റാറിനെ വെച്ചുകൊണ്ട്. അദ്ദേഹം ഒരു പൈസ പോലും വാങ്ങിക്കാതെ, പ്രിയദർശൻ ഒരു പൈസ പോലും വാങ്ങിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ വരെ സൗജന്യമായിട്ട് തന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്.